Watch full episodes on Jio Hotstar. ഈ മെഷീൻ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് നോക്കി അവരുടെയൊക്കെ മൈൻഡ് നിങ്ങളെ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നതെന്ന്, നിങ്ങൾ അവരുടെ ബുദ്ധിയെ നിങ്ങളുടെ കൺട്രോളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന്, നിങ്ങൾ അവരുടെ സ്വപ്നത്തിലേക്ക് എങ്ങനെയാണ് ചെല്ലുന്നതെന്ന് ഞാൻ എത്ര പ്രാവശ്യം ഈ മെഷീൻ ഉപയോഗിച്ച് നോക്കിയെന്നറിയോ. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് നിന്നെ പഠിപ്പിച്ച നീ ദേശവാസികളെ മാത്രമല്ല ഏലിയനെ പോലും നീ അടിമകളാക്കും. അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ മിഷനായിരുന്നു ദേശവാസികളുടെയും ഏലിയന്റെയും ഇടയിലുള്ള സൗഹൃദം. അങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിച്ചു കാണണമെന്ന്. എന്റെ ആ മിഷൻ തീർച്ചയായും വിജയമാവുക തന്നെ ചെയ്യും. ഈ മിഷൻ ഉടായിപ്പാണ്. ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനെ വേറെ എവിടെയെങ്കിലും നല്ല ബുദ്ധിശാലിയായ ഒരുത്തന്റെ തലയിൽ അറ്റാച്ച് ചെയ്ത അവന്റെ ബുദ്ധിയെ നിങ്ങൾ ബ്ലാങ്ക് ആക്കി കാണിക്ക. വേഗം വേണം. എനിക്ക് ഇന്ന് തന്നെ രണ്ടിലൊന്നറിയണം, ഈ മിഷൻ വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ എന്ന്. റോബോട്ട് വാൻ, ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളവനെ പോയി എടുത്തോണ്ട് വാ. എന്നിട്ട് എക്സ്പെരിമെന്റ് ലാബിലേക്ക് കൊണ്ടിട്. എന്തായി ചെയ്യുന്നേ? വിട്, എന്നെ വിട്. ലീവ് മീ. ഇറ്റ്സ് ആൻ ഓർഡർ. ഓർഡർ. സോറി ബോസ്, ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളത് നിങ്ങളാണ്. ഞാൻ പറയുന്നു എന്നെ വിടാൻ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും തീർത്തു കളയും. സോറി, ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ളത് അങ്ങേക്കാണ്. അതുകൊണ്ടാണ് റോബോട്ട് വൺ അങ്ങയുടെ ബുദ്ധിയിലെല്ലാം അറ്റാച്ച് ചെയ്തത്. സോറി. എനിക്കൊരു മണ്ടന്മാരുടെ സേനയാണുള്ളത്. ആ സേനയുടെ തലവൻ നീയാണ്. നീ നിന്റെ ബുദ്ധിയിൽ വേണമെങ്കിൽ ഈ മിഷൻ ട്രൈ ചെയ്യാം. പക്ഷേ നിന്റെ ബുദ്ധി പണ്ട് തൊട്ടേ ബ്ലാങ്ക് ആണല്ലോ. അല്ലേ ലേപ്പാട്ടു? നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സാർ. എന്റെ ബുദ്ധി പണ്ടേ ബ്ലാങ്ക് ആണ്. നീ നോക്കിക്കോ, ഒരു ദിവസം എന്റെ മോൻ ഇവിടെ വരും. എന്നിട്ട് നിന്റെ ഈ പാപം നിറഞ്ഞ ലോകത്തെ ചുട്ട് ചാമ്പലാക്കി കളയും. മോൻ വരുമെന്നോ? അതും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ്? മിനി, എല്ലാ ഇൻസ്ട്രുമെന്റ്സിന്റെയും പവർ കൂട്ടിക്കോ. ഇയാളുടെ ബുദ്ധിയിലെ ഓരോരോ ഇൻഫോർമേഷനും തട്ടിയെടുക്കണം. എന്നിട്ട് ഇവന്റെ ബുദ്ധിയെ ബ്ലാങ്ക് ആക്കി കളഞ്ഞേക്കാം. മെഷീന്റെ പവർ ഇനിയും കൂട്ടിയാൽ അപകടമാണ്. അത് ഓവർലോഡ് ആയാൽ എല്ലാം നശിച്ചു പോകും. നശിച്ചു പോകുമെന്നോ? അത് ഇയാളെ മനസ്സിലാക്ക്. എന്നിട്ട് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറയേ. അല്ലെങ്കിൽ ഇയാളുടെ ഇനിയുള്ള അവസ്ഥ ഇതിലും മോശമായിരിക്കും. ഇവിടെയുള്ള എല്ലാവരും ഇത് കണ്ടുവേണം പഠിക്കാൻ. നിങ്ങൾക്കൊക്കെ ഒരു പാഠമായിരിക്കണം ഇത്. സോറി സർ. മിനി, നീ നോക്കിക്കോ, എന്റെ മോൻ ഇവിടെ തീർച്ചയായും വരും. എന്റെ വാക്കുകളെ അവൻ അനുസരിക്കാതിരിക്കാനാവില്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവൻ ഏതാണ്ട് 5 or 6 വയസ്സായിരുന്നു. ഏലിയൻ ലോകത്തുനിന്ന് വല്ല മെസ്സേജും വന്നോ? ഇല്ല സാർ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏലിയൻ വേൾഡുമായി കോണ്ടാക്ട് ചെയ്യുന്നത് നിർത്തണം. അവരൊരിക്കലും നമ്മളുടെ സുഹൃത്തുക്കളാകില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ. പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തോൽവി ഒരിക്കലുമില്ല. സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കൂ. ഞാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിലുള്ള ജീവനുള്ള എത്ര ജീവജാലങ്ങളുണ്ടോ, ആരെയാണോ നമ്മൾ ഏലിയൻ എന്ന് വിളിക്കുന്നത്, അവരും നമ്മുടെ ദേശവാസികളും നല്ല സുഹൃബന്ധത്തിലാകണമെന്നാണ്. അങ്ങനെ അവരെ നമുക്ക് അന്യഗ്രഹ ജീവി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലാതാവട്ടെ. നാം എല്ലാവരും ഈ ഭൂലോകത്തിൽ ഒരു കുടുംബം പോലെ കഴിയാമല്ലോ. ചിന്തിക്കൂ.
അവരുമായുള്ള സൗഹൃദം കൊണ്ട് മനുഷ്യർക്ക് എത്രമാത്രം ഗുണമുണ്ടാകുമെന്ന് നമുക്ക് അനുഭവിച്ചറിയാം. എന്റെ മോട്ടു, നീ എങ്ങനെ ഇവിടെ വന്നു? ഡ്രൈവർ എവിടെ പോയി? അച്ഛൻ എന്നെ കളിക്കാൻ വിളിച്ചില്ലേ? ഡ്രൈവർ വരാതായപ്പോൾ ഞാനിങ്ങ് തനിച്ചു പോന്നു. എന്ത്? 5 കിലോമീറ്റർ നീ നടന്നു വന്നോ? അതും ഒറ്റയ്ക്ക്? എന്റെ പൊന്നു മോനെ. പതുക്കെ പറയൂ. നിങ്ങളുടെ മകനെ കണ്ടുപിടിക്കാനായി ഞാൻ ഭൂമിയിൽ മുഴുവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിവിടെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ പിന്നെ സാറിനെ തീർത്തു കളയും. ഞാനിപ്പോ പോകുന്നു. താങ്ക് യു മിനി, താങ്ക് യു. ഇനി ഞാൻ എന്റെ മോൻ മോട്ടുവിനെയും പ്രതീക്ഷിച്ചിരിക്കട്ടെ. എന്റെ അമ്മോ, നിങ്ങൾ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്? എടോ, തന്റെ അച്ഛനെ കാണാതായി കഴിഞ്ഞാൽ താൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക വേണ്ടത്. അല്ലാതെ ഇതുപോലെ പോലീസുകാരനെ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്. എന്നെ വിട്ടേക്ക്. ചിങ്കം സാറ്, ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെയും കൂട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അറ്റാക്ക്! അറ്റാക്ക്! ശത്രുക്കൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ? ശത്രുക്കൾ നമ്മുടെ നേർക്ക് എന്തൊക്കെയോ കല്ലുകൾ എടുത്തെറിയുന്നത്. പോയി മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, അത് ശത്രുക്കളുടെ കല്ലല്ല, മീറ്ററോയിഡ്സ് ആണ്. അതിലൊരെണ്ണം നമ്മുടെ സ്പേസ്ഷിപ്പ് വന്ന് തട്ടി കഴിഞ്ഞാ പിന്നെ നമ്മൾ നടന്നു പോകേണ്ടി വരും ചങ്ക്. പൊളിക്കടുത്തല്ലോ, ആകാശത്തിലെങ്ങനെ നടക്കാൻ സാധിക്കുക? മമ്മി രക്ഷിക്കണേ, മമ്മി. എന്റെ അമ്മോ, രക്ഷപ്പെട്ടിട്ടില്ല. സേഫ്റ്റി ഫസ്റ്റ്, ഫസ്റ്റ്. നോ ചങ്ക്, നോ. നമുക്കിപ്പോ തന്നെ തിരിച്ചു പോകേണ്ടി വരും. ആ കാണുന്ന ഡാമേജ് കൂടുകയാണെങ്കിൽ ഈ സ്പേസ്ഷിപ്പ് പൊട്ടിത്തെറിച്ചു പോകും ചങ്ക്. ഇല്ല, നമ്മൾ ഒരിക്കലും തിരിച്ചു പോവില്ല. എന്റെ അച്ഛനെയും കൊണ്ടല്ലാതെ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. അതെന്ത് സംഭവിച്ചാലും ശരി. ഡോക്ടർ ജഡ്ക, ഈ ഡാമേജ് റിപ്പയർ ചെയ്യാനായി വേറെ വഴികളൊന്നും ഇല്ലേ? വഴിയുണ്ട് എന്റെ ചങ്കെ, ഉണ്ട്. പക്ഷെ അത് വളരെ അപകടം നിറഞ്ഞതാണ്. ആരെങ്കിലും ഈ സ്പേസ് ഷിപ്പിന്റെ പുറത്ത് പോയിട്ട് ഡാമേജ് ആയ ഭാഗത്തെ മെറ്റൽ പ്ലേറ്റ് ബിൽഡ് ചെയ്തിട്ട് വരണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്തുള്ള മീറ്ററോയിഡ്സ് എങ്ങാനും വന്നാൽ അയാളുടെ ജീവൻ അപകടത്തിലാവില്ല ചങ്കെ. ഞാൻ പോവാം. എന്ത് തടസ്സങ്ങൾ വന്നാലും ശരി, എന്നെ ഇതിൽ നിന്ന് മാർഗം പിന്തിരിപ്പിക്കാൻ പറ്റില്ല. മോട്ടു, സൂക്ഷിച്ചു പോണേ. മോട്ടു, മുന്നിലേക്ക് നോക്ക്. മോട്ടു, വേഗം അകത്തേക്ക് വാ. മോട്ടു, സൂക്ഷിച്ച്. മോട്ടു, മോട്ടു. ഡോക്ടർ ജഡ്ക, സ്പേസ് ഷിപ്പ് മോട്ടുന്റെ പിന്നാലെ വിട്, വേഗം. മോട്ടു, മോട്ടു, ഇന്നാ ഇത് പിടിച്ചോ. പൊളിക്കടുത്തല്ലോ. ആൾക്കാര് മീറ്ററോയിഡ്സിനെ കാണുമ്പോ ഓടി പോവാ ചെയ്യാ. നമ്മളാണെങ്കിൽ എന്റെ അടുത്ത് പോവാണല്ലോ. മമ്മി, എന്റെ ഗസീച്ചറാമ, ഈ മമ്മി മമ്മി എന്നുള്ള വിളിന്ന് നിർത്ത്. ഡോക്ടർ ജഡ്ക, സ്പേസ് ഷിപ്പ് കുറച്ചുകൂടെ മോട്ടുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോ പ്ലീസ്. ഓയ് പത്തുലു, എന്റെ ചങ്കെ, സോറി ബ്രോ. കുറച്ചുകൂടെ അടുത്തേക്ക് ഇനി പോവാൻ കഴിയില്ല. കൂട്ടിയിടിച്ച പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തേക്ക് പോവാൻ പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് പോവാൻ പറ്റുമല്ലോ. എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തില്ലെങ്കിൽ ഞാൻ ഈ സ്പേസ് ഷിപ്പിൽ ഇരുന്നോണ്ട് എന്ത് ചെയ്യാനാ?
വേണ്ട. എന്നെ രക്ഷിക്ക്. ഡാഡി, മമ്മി, പുട്ട്, കടല, പഴംപൊരി, കമാൻ, ഒലയ്ക്ക് വരൂ. ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ എന്റെ പണി തീർന്നെന്നായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ടുകളഞ്ഞ നിന്റെ അച്ഛനെ ഞാൻ ആരെ കൊണ്ട് കാണിക്കും? ഡോക്ടർ ജഡ്ക, ഫുൾ സ്പീഡ്, ലെറ്റ്സ് ഗോ. ഹലോ മാം. വരൂ വരൂ, വേഗം ഇവിടുന്ന് പോകാം. അച്ഛാ! എന്റെ അച്ഛാ! മോട്ടു, മോനെ നീ വന്നോ? മോനെ നിനക്ക് സുഖമല്ലേ? എന്റെ പൊന്നുമോനെ, നിനക്ക് സുഖമല്ലേടാ? പറയടാ മോട്ടു. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ അച്ഛാ. ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വന്നതാ. ഇതെന്താ അച്ഛന്റെ കണ്ണിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇത് അഴിക്കച്ചാ. ഞാനിത് അഴിക്കാൻ പോവാ അച്ഛാ. മോട്ടു പ്ലീസ്. സോറി സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ആ കണ്ണടയ്ക്ക് ചുറ്റും കറണ്ട് ഉണ്ടായിരുന്നു. അത് ആരും എടുക്കാതിരിക്കാൻ വേണ്ടി. അത് തുറക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്. അതാ സാർക്കിനും ലെപ്റ്റൂനും മാത്രമേ അറിയൂ. എത്ര കാലത്തിന് ശേഷമാ വന്നത്, എന്നിട്ടും എനിക്ക് നിന്നെ കാണാൻ ഒക്കുന്നില്ല. മിനി, എന്റെ മോൻ എങ്ങനെയുണ്ട്? ശരിക്കും നിങ്ങളെ പോലെ തന്നെയുണ്ട്. നിങ്ങൾ കാണുവച്ചാ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനു മുൻപ് ഞാൻ ചെന്ന സാറിനെ ഒന്ന് കാണട്ടെ. മോഹൻ സുഖ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. നിങ്ങൾക്കൊരു മകനുണ്ട്. നിങ്ങളും കള്ളം പറയാറില്ലല്ലേ? കാരണം കള്ളം പറഞ്ഞാൽ കാക്ക കൊത്തും. എനിക്കാണെ കാക്കകളെ ഭയങ്കര പേടിയാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും പേടിയാണെന്ന്. വിടന്നെ, വിട്, വിടാനാ പറഞ്ഞത്. വെൽക്കം മോട്ടു, വെൽക്കം ടു എക്സാർ പ്ലാനറ്റ്. താങ്ക് യു മിനി, നീ വളരെ തന്ത്രപൂർവമാണ് ജോലി ചെയ്തത്. മോട്ടുവിന്റെ അച്ഛന്റെ വിശ്വാസം നേടിയെടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ ഈ സഹായം എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള നിന്റെ തന്ത്രമായിരുന്നു അല്ലേ? ഓ, നീ വളരെ ഇന്റലിജന്റ് ആണല്ലോ. മനസ്സിലാക്കി കളഞ്ഞു. മിസ്റ്റർ മോഹൻ സിംഗ്, എന്റെ കൂട്ടുകാരാ, സഹോദര, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കള്ളം പറയാറില്ലെന്ന്. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. എനിക്കാണെങ്കിൽ കാക്കയെ പേടിയും. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടം എനിക്ക് തന്നില്ലെങ്കിൽ ഞാനിപ്പോ സത്യം പറയുന്നു, മോട്ടുവിന്റെ ബുദ്ധി ഞാൻ ബ്ലാങ്ക് ആക്കി കളയും. പിന്നെ അവന് നിങ്ങളെ മാത്രമല്ല സ്വയം തിരിച്ചറിയാൻ പോലും കഴിയില്ല. ആ സമയം തന്നെ ഞാൻ അവനെ നിങ്ങളോട് ഫൈറ്റ് ചെയ്യിക്കും. സ്റ്റാർട്ട് ദ മെഷീൻ. എന്റെ കൂട്ടുകാരനെ വിട്ടേക്ക്. വേണ്ട, നീ എന്റെ മോനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. വിട്, അവനെ വിട്, അവനെ വിടാൻ. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. അച്ഛാ, അച്ഛാ, ഇവനോടൊന്നും പറഞ്ഞേക്കല്ലേ. സോറി മുട്ടു, ജീവിതത്തിൽ മുഴുവൻ നിന്നെ ഞാൻ രക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോ
എന്റെ ജീവന് യാതൊരു വിലയുമില്ലാത്ത ഈ സമയത്ത് നിന്നെ കൂടി ഞാൻ കെണിയിലാക്കി. സോറി മോനെ. മതി മതി, ഒരുപാട് ഇമോഷണൽ ആക്കല്ലേ, എനിക്ക് കരച്ചില് വരും. മോഹൻ സിംഹ, പെട്ടെന്ന് പറയൂ. എന്തൊക്കെയാ പറയണ്ടെന്ന് വെച്ചാ സാറ് കേക്കുന്നുണ്ട് അല്ലേ ബോസ്? മമ്മി, ഫൈറ്റ് ഇപ്പൊ തുടങ്ങാൻ പോവാണല്ലോ. ഇക്കാര്യത്തിൽ എനിക്ക് 20 മിനിറ്റിന് അനുഭവം പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ചെയ്യാനൊന്നുമില്ല തങ്ങേ, ഓടിക്കോ. ഇങ്ങോട്ട് വാ. വാടാ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ ഒക്ടോബസ് റോബോട്ട് എന്ത് ചെയ്തിട്ട് നശിക്കുന്നില്ലല്ലോ. വരൂ, പുറത്തേക്ക് ഓടാൻ ചങ്കേ, നമുക്ക് പോവാം. ഇല്ല, ഞാൻ എന്റെ അച്ഛനില്ലാതെ ഇവിടുന്ന് വരികയില്ല. എന്റെ മോട്ടു, ഇപ്പൊ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ എങ്ങനെ അച്ഛനെ രക്ഷിക്കുന്നേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പോകാം, പിന്നെ നമുക്ക് മുഴുവൻ തയ്യാറോട് കൂടി വരാം. ഓടിക്കോ, ഓടിക്കോ ചങ്കേ. അച്ഛാ, ഞാൻ തിരിച്ചു വരും. എനിക്ക് വേണ്ടി അച്ഛൻ കാത്തിരിക്കണം. നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല. Hands up. Hey, the name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. ഇവിടെ കുട കിട്ടാൻ സാധ്യത ഉണ്ടോ? മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്യാൻ പോവാന്ന്. Thank you. അല്ല, ഇതെങ്ങനെയാ ഇയാൾ ചെയ്തത്? ഈ തോക്ക് മുകളിലോട്ട് പിടിച്ച് വെടിവെച്ചാ മതി. ചിങ്കം സാറേ, സാർ, പെട്ടെന്ന് ഈ വേസ്റ്റ് കുഴിയിലേക്ക് എടുത്ത് ചാടിക്കോ. നിങ്ങൾ നേരെ വേസ്റ്റ് ട്രക്കിലേക്ക് ചെന്ന് ചാടും. ഞാൻ നിങ്ങളെ ഇവിടുന്ന് പുറത്തെത്തിക്കാം, വേഗം. ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ നോക്കുമ്പോ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇടിക്കുന്നത്? ആദ്യം മിനി ഞങ്ങളെ സഹായിച്ചു, എന്നിട്ട് അവസാനം കുടുക്കി കളഞ്ഞു. പറ, ഇനി നിനക്ക് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ടത്?
പറ. ഞാൻ ജീവിതകാലം മുഴുവൻ ഈ സാറിന്റെ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു. അങ്ങേരന്റെ മൈൻഡിനെ ബ്ലാങ്ക് മൈൻഡ് എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് എന്നെ ഒരു വിലയുമില്ല. ഇന്ന് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കും ഈ ബ്ലാങ്ക് മൈൻഡിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അകത്ത് ലാബ് വെച്ച് കണ്ടില്ലേ ഞാൻ നിങ്ങളെ എന്ത് സ്റ്റൈലായിട്ടാ രക്ഷിച്ചതെന്ന്. ഇവൻ പറയുന്നത് സത്യമാണ്. എനിക്ക് തോന്നിയായിരുന്നു ഇവൻ ആ ലിവർ പിടിച്ച് വലിച്ചത് മനഃപൂർവ്വമാണെന്ന്. വരൂ വരൂ എന്റെ കൂടെ. വേഗം വരൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. റെഡി? ആഹാ റെഡി. Watch India's largest kids library only on Jio Hotstar. Download the app now.